നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. റാവൽപിണ്ടിയിലും ലാഹോറിലും ഇസ്ലാമാബാദിലും ഉൾപ്പെടെ രൂക്ഷമായ ആക്രമണമുണ്ടായി. പാകിസ്ഥാനിൽ വിവിധ ഇടങ്ങളിൽ സ്ഫോടനമുണ്ടായി എന്നുള്ള വിവരങ്ങൾ വരികയാണ്. നൂർഖാൻ സൈനിക വിമാനത്താവളത്തിൽ സ്ഫോടനമുണ്ടായി. ഒന്നിലധികം സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. റാവൽപിണ്ടി, ലാഹോർ, ഇസ്ലാമാബാദ് എന്നിവിടങ്ങളിലെ വ്യോമത്താവളങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. റാവൽപിണ്ടിയിലെ നൂർഖാൻ എയർബേസ്, ഷോർക്കോട്ടിലെ റഫീഖി എയർബേസ്, ചക്വാലിലെ മുരിദ് എയർബേസ് എന്നിവിടങ്ങളിലാണ് ആക്രമണം. പാകിസ്ഥാൻ സൈന്യം തന്നെ ഇത്തരത്തിൽ തങ്ങളുടെ 3 വ്യോമത്താവളങ്ങൾ ആക്രമിക്കപ്പെട്ടതായി സ്ഥിരീകരിക്കുകയാണ്. ഇതിനു പിന്നിൽ ഇന്ത്യയാണെന്ന ആരോപണവും പാകിസ്ഥാൻ ഉയർത്തുകയാണ്. എന്നാൽ ഇന്ത്യൻ സൈന്യം ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നൽകിയിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ആക്രമണം നടത്തിയതായി സ്ഥിരീകരിച്ചിട്ടില്ല. ദേശീയ വാർത്താ ഏജൻസികളും ദേശീയ മാധ്യമങ്ങളും നൽകുന്ന വിവരമനുസരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ, പാകിസ്ഥാനിലെ പ്രാദേശിക മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് റാവൽപിണ്ടിയിലെ നൂർഖാൻ സൈനിക വ്യോമത്താവളം, ഒപ്പം ലാഹോറിലെയും ഇസ്ലാമാബാദിലെയും വ്യോമത്താവളങ്ങൾ കൂടി ആക്രമിക്കപ്പെട്ടു. സിയാൽകോട്ടിലെയും വ്യോമത്താവളം ആക്രമിക്കപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ വരുന്നത്. പാകിസ്ഥാന്റെ എയർ സ്പേസ് ഇന്നുച്ചയ്ക്ക് 12 മണി വരെ അടച്ചിട്ടിരിക്കുകയാണെന്നുള്ള വിവരങ്ങൾ കൂടി വരികയാണ്. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ പുലരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ പാകിസ്ഥാൻ 26 ഇടങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്താൻ ശ്രമിച്ചിരുന്നു. അതൊക്കെ തന്നെയും ഇന്ത്യൻ സൈന്യം തകർത്തെറിഞ്ഞു. എന്നാൽ പഞ്ചാബിൽ ഉൾപ്പെടെ സാധാരണക്കാരായ ചിലർക്ക് പരുക്ക് പറ്റിയിട്ടുണ്ട്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ ശക്തമായ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇന്ത്യയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പാകിസ്ഥാൻ സൈന്യം ആരോപിക്കുന്നുണ്ട്. അവരുടെ വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ ഇത്തരം ഒരു ആരോപണം ഉയർത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പാക് സൈന്യത്തിന്റെ ആക്രമണം, പാക് സൈനിക താവളങ്ങൾ ആക്രമിച്ചു എന്ന് സ്ഥിരീകരിക്കുകയാണ് അവർ. ഏതായാലും എയർപോർട്സുകൾ, പാകിസ്ഥാനിലെ വിമാനത്താവളങ്ങളെല്ലാം തന്നെ അടച്ചിട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, യാത്രാ വിമാനങ്ങൾ തന്നെ കവചമാക്കിക്കൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് മേൽ ആക്രമണം നടത്താൻ ശ്രമം നടത്തി എന്നുള്ള വിദേശകാര്യ സെക്രട്ടറിയുടെയും ഒപ്പം സൈന്യത്തിൻ്റെയും സ്ഥിരീകരണം വന്നിരുന്നു. അപ്പോൾ പോലും അടയ്ക്കാത്ത വ്യോമപാത ഇപ്പോഴാ പാകിസ്ഥാൻ അടച്ചിരിക്കുന്നു എന്നുള്ളതാണ് നൽകുന്ന പ്രാദേശിക മാധ്യമങ്ങൾ ഉൾപ്പെടെ നൽകുന്ന വിവരം ശരിയാണെങ്കിൽ ശക്തമായ നാശനഷ്ടമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട മിലിറ്ററി താവളങ്ങളിൽ, അതായത് എയർ ബേസുകളിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാനിലെ എയർപോർട്ടുകളെല്ലാം ഇപ്പോൾ 12 മണി വരെ അടച്ചിട്ടിരിക്കുന്നു എന്ന നിർണായകമായ വിവരം കൂടി പുറത്തുവരികയാണ്. ഇന്ത്യ ടുഡേ ദേശീയ മാധ്യമമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാനിൽ ഇത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടായതിന് പിന്നാലെ ഒരു പാനിക് സിറ്റുവേഷൻ ആണ് എന്നുകൂടി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ രാത്രി വൈകി ലാഹോറിൽ ആക്രമണം ഉണ്ടായി എന്ന് ഏതാണ്ട് സ്ഥിരീകരിച്ചിരുന്നു. ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റാവൽപിണ്ടി, ഒപ്പം ഷോർക്കോട്ടിലെ റഫീഖി എയർബേസ്, ചക്വാലിലെ മുരിദ് എയർബേസ് എന്നിവിടങ്ങളാണ് ആക്രമണം നടന്നിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ പാകിസ്ഥാന്റെ വ്യോമ നീക്കങ്ങൾക്ക് ഏറ്റവും നിർണായകമായ 3 ഇടങ്ങളിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും 2 ദിവസങ്ങളായി പാകിസ്ഥാൻ വ്യോമമാർഗമുള്ള ആക്രമണമാണ് ശക്തമാക്കിയിരിക്കുന്നത്. അതും ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണമാണ് ശക്തമാക്കിയിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അവരുടെ വ്യോമത്താവളങ്ങൾ തന്നെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് എന്നത് ഏറ്റവും നിർണായകമാണ്. കാരണം വ്യോമമാർഗം പാകിസ്ഥാൻ നീക്കങ്ങൾക്ക് തയ്യാറെടുക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് എന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇപ്പോൾ ഈ വ്യോമത്താവളങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം, കൃത്യമായ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. റാവൽപിണ്ടി, ലാഹോർ, ഇസ്ലാമാബാദ് പാകിസ്ഥാനിലെ 3 പ്രധാനപ്പെട്ട നഗരങ്ങളാണ്. പാക് സൈന്യത്തിന്റെ മൂവ്മെന്റിൽ നിർണായകമായ 3 ഇടങ്ങളാണ് റാവൽപിണ്ടിയും ലാഹോറും ഇസ്ലാമാബാദും. അതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, ലാഹോറിൽ ഏറ്റവും നിർണായകമായ സ്ഥലമായ ലാഹോർ വിമാനത്താവളത്തിന് അടുത്തുള്ള ഇടങ്ങളിലാണ് കഴിഞ്ഞ ദിവസം ശക്തമായ തുടർച്ചയായ സ്ഫോടനങ്ങൾ ഉണ്ടായത് എന്നതും ശ്രദ്ധേയമാണ്. വാൾട്ടൺ എയർബേസ്, അത് പാക് സൈന്യത്തിൻ്റെ മൂവ്മെൻറ്റിൽ ഏറ്റവും
നിർണായകമായിരുന്നു വാൾട്ടൺ എയർബേസ്. അതിന് സമീപം ആക്രമണം ഉണ്ടായി എന്ന വിവരങ്ങൾ വരികയാണ്. റാവൽപിണ്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നൂർഖാൻ എയർബേസിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഷോർക്കോട്ടിലെ റഫീഖ് എയർബേസ്, ചക്വാലിലെ മുരിദ് എയർബേസ് എന്നിവിടങ്ങളാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒരു പാനിക് സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ജംഗ്, പാക് പഞ്ചാബ് പ്രവിശ്യയിലുള്ള ജംഗ് എന്ന പാകിസ്ഥാന്റെ എയർബേസിലും ആക്രമണം ഉണ്ടായി എന്ന് സ്ഥിരീകരിക്കുന്നു. പഞ്ചാബ് പ്രവിശ്യയിലുള്ള ജംഗ് എന്ന ഇടത്തും എയർ ബേസിലും ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട, അതായത് ഭുജ് വരെയുള്ള പടിഞ്ഞാറൻ മേഖലയിലാകെ ആക്രമണം ഉണ്ടായതിന് തൊട്ട് പിന്നാലെയാണ്, അതായത് ഇന്നലെ രാത്രി പുലർച്ചെയോടെ വീണ്ടും കശ്മീർ അതിർത്തിയിലും തുടർച്ചയായി പാക് പ്രകോപനങ്ങൾ ഉണ്ടായതിന് പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാനിലും ശക്തമായ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. ലാഹോർ, ഇസ്ലാമാബാദ്, സിയാൽകോട്ട്, കറാച്ചി എയർപോർട്ടുകൾ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. പാകിസ്ഥാനിലെ ഏറ്റവും നിർണായകമായ 4 എയർപോർട്ടുകൾ ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നു എന്ന അപ്ഡേറ്റ് കൂടി വരികയാണ്. പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ അടയ്ക്കുന്നു, വ്യോമപാത അടയ്ക്കുകയാണ് പാകിസ്ഥാൻ എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ കൂടുതൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നോ മറ്റോ തിരിച്ചടി ഉണ്ടായേക്കും എന്നുള്ള ഭയപ്പാടിൽ തന്നെയാണ് പാകിസ്ഥാൻ എന്ന് മനസ്സിലാക്കുന്നു. ചില ദൃശ്യങ്ങൾ ഇന്ത്യ ടുഡേയിൽ ഉൾപ്പെടെ വരുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ. നൂർഖാൻ എയർബേസിൽ നിന്നുള്ള, റാവൽപിണ്ടിയിലെ നൂർഖാൻ എയർബേസിൽ നിന്നുള്ള ചില ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അവിടെ റോഡിൽ അല്ലെങ്കിൽ ഈ എയർബേസിന് സമീപം വലിയ രീതിയിൽ തീ പടർന്നതുപോലുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത്. നമുക്ക് സ്ഥിരീകരിച്ചാൽ മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ. പാക് പഞ്ചാബ് പ്രവിശ്യയിലാണ് ഇപ്പോൾ ഏറ്റവും രൂക്ഷമായ ആക്രമണം ഉണ്ടായിരിക്കുന്നതെന്ന് കൂടി അറിയുന്നു. ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായി, വലിയ തീപിടുത്തം ഉണ്ടായതായും പുകച്ചുരുളുകൾ ഉയരുന്നതായും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. നൽകുന്ന ദൃശ്യങ്ങളും വിവരങ്ങളും അനുസരിച്ചാണെങ്കിൽ റാവൽപിണ്ടിയിലെ നൂർഖാൻ എയർബേസിലാണ് ഏറ്റവും ശക്തമായ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ